ഇംഗ്ലീഷ് സാഹിത്യ മണ്ഡലത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു വില്യം കൗപ്പർ. 1731 ഇംഗ്ലണ്ടിൽ ജനിച്ച വില്യം കൗപ്പറിൻ്റെ പിതാവ് ഒരു സഭാശുശ്രൂഷകനും മാതാവ് ഒരു രാജകുടുംബാംഗവുമായിരുന്നു. ശാരീരിക ദൗർബല്യങ്ങളും വിഷാദ രോഗവും ബാല്യത്തിൽ തന്നെ കൗപ്പറിനെ വേട്ടയാടിക്കൊണ്ടിരുന്നു. തൻ്റെ 6-ാമത്തെ വയസ്സിൽ മാതാവ് ആകസ്മികമായി മരണമടഞ്ഞു. അത് ആ മനസ്സിനേറ്റ കനത്ത ആഘാതമായിരുന്നു. അമ്മയുടെ അഭാവമോർത്ത് കരയാത്ത ഒരു ദിവസം പോലും തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നില്ല. പിതാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവൻ നിയമം പഠിക്കാൻ ആരംഭിച്ചു. നിയമ പഠനത്തിൻ്റെ അവസാന പരീക്ഷയെപ്പറ്റിയുള്ള ഭയം ആ മനസ്സിലൊരു വിഭ്രാന്തിയായി മാറുകയും അവൻ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് 18 മാസത്തോളം ഒരു മാനസികാരോഗ്യ കേന്ദ്രത്തിലെ ചികിത്സയ്ക്ക് താൻ വിധേയനായി. അവിടെ വെച്ച് ഒരു നിയോഗമെന്ന വണ്ണം റോമർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായം 25-ാം വാക്യത്തിലെ വിശ്വാസത്താലുള്ള നീതിയെപ്പറ്റിയുള്ള ഭാഗം വായിക്കാനിടയായി. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു എന്ന വാക്യം ആ മനസ്സിൽ അലയടിച്ചു നിന്നു. അത് ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തി. അന്ന് അദ്ദേഹത്തിന് പ്രായം 33. മാനസിക അസ്വസ്ഥതകളിൽ നിന്നെല്ലാം മുക്തി നേടി വില്യം കൗപ്പർ ഭവനത്തിൽ വന്നു. ജോൺ ന്യൂട്ടൺ എന്ന സംഗീത സംവിധായകനുമായി കൗപ്പർ ഏറെ അടുത്തു. ആ കൂട്ടുകെട്ടാണ് 300-ലധികം ഗാനങ്ങൾ രചിക്കുവാനും അത് സംഗീത ലോകത്തിന് സംഭാവന ചെയ്യുവാനും ഇടയായി തീർന്നത്. കാൽവറി ക്രൂശിലെ ദൈവസ്നേഹത്തിൻ്റെ ആഴമായ കാഴ്ച ദൈവാത്മാവിൽ കണ്ട വില്യം കൗപ്പർ രചിച്ച മനോഹരമായ ഗാനമാണ് "ദർ ഇസ് എ ഫൗണ്ടൻ ഫിൽഡ് വിത്ത് ബ്ലഡ്" എന്നാരംഭിക്കുന്നത്. ഇതിൻ്റെ മലയാള തർജ്ജിമ ഇങ്ങനെയാണ്: ഇമ്മാനുവേൽ തൻ ചങ്കതിൽ നിന്നൊഴുകും രക്തം, പാപക്കറ നീക്കുമതിൽ മുങ്ങിത്തീർന്നാലാരും. എൻ പേർക്ക് യേശു മരിച്ചെന്ന് ഞാൻ വിശ്വസിക്കുന്നു, പാപം എന്നിൽ നിന്ന് നീക്കാൻ രക്തം ചിന്തി യേശു. ഈ ഗാനത്തിൻ്റെ അവസാന വരികളിൽ വിക്കുള്ളതാം എൻ്റെ നാവ് ശവക്കുഴിക്കുള്ളിൽ മൗനമായാൽ എൻ ആത്മാവും പാടും ഉന്നതത്തിൽ എന്നെഴുതിയ ഈ മധുര ഗായകൻ തൻ്റെ 69-ാം വയസ്സിൽ സ്വർഗീയ വൃന്ദത്തോടൊപ്പം ഗാനങ്ങൾ ആലപിക്കുവാൻ പ്രത്യാശയോടെ ഉന്നതത്തിൽ മടങ്ങിപ്പോയി. ഡിയർ ഫ്രണ്ട്സ്, ഭയഭക്തി പൂണ്ട് വിനയത്തോടും ഏകാഗ്രതയോടും കൂടെ ക്രിസ്തുയേശുവിൻ്റെ കാൽവറി ക്രൂശിനരികെ നമുക്ക് കടന്നു വരാം. അർപ്പണബോധത്തോടെ നിറകണ്ണുകളോടെ നമ്മുടെ പാപങ്ങൾക്കായി രക്തം ചിന്തിയ യേശു കർത്താവിനെ നന്ദിപൂർവം സ്മരിക്കാം. സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം.